Hi guys, welcome to today's session of the Hindu Decode by Geoid. സോ നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗവർണറും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഭാരത് മാതയൊക്കെ വരുന്നുണ്ട്. എ ലോഫ്റ്റി കോൺസെപ്റ്റ്, എ ഗവർണർ ആൻഡ് അൺവാണ്ടഡ് കോൺട്രവേഴ്സി. പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ്, പോളിറ്റി ആൻഡ് ഗവർണൻസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് പെർട്ടൈനിങ് ടു ദി ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് ഓൾ. സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലേ, അതായത് ഭാരത് മാതയുടെ ഒരു പെയിന്റിങ്, ഓക്കെ, ഭാരത് മാത ഓർ മദർ ഇന്ത്യ. സോ ഇറ്റ് ഈസ് ഷോൺ ആസ് എ വിമൻ ഇൻ സാഫ്രൺ ക്ലോത്ത്സ്. കയ്യിലൊരു ഇറ്റ് ഈസ് ഹോൾഡിങ് എ സ്പിയർ വിത്ത് എ ലയൺ ആൻഡ് എ മാപ്പ് ഓഫ് ഇന്ത്യ ബിഹൈൻഡ് ഹെർ. സോ ഇത് നമ്മുടെ രാജ്ഭവനിൽ വെച്ചു. ഇറ്റ് വാസ് പ്ലേസ്ഡ് ഇൻ ദി കേരള ഗവർണേഴ്സ് ഓഫീസ്, നമുക്കറിയാം, വിച്ച് ഈസ് രാജ്ഭവൻ. ഒഫീഷ്യൽ ഇവൻറ്റിന് മുമ്പ് ഗവർണർ ബോസ് ടു ദിസ് പെയിൻറ്റിങ്. അതേപോലെ ഹി ഓഫേർഡ് ഫ്ലവേഴ്സ് ആൻഡ് ഹി ഹാഡ് ലൈറ്റൻ എ ലാമ്പ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്ട്. സോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, ദേ ഒബ്ജക്റ്റഡ് ടു ദിസ്. സോ അവർ പറഞ്ഞു ഇതൊരിക്കലും, അതായത് ഇതൊരു ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ നാഷണൽ സിംബൽ, അല്ലേ, ഭാരത് മാത അല്ലെങ്കിൽ മദർ ഇന്ത്യ എന്നുള്ളത് ഒരിക്കലും ഒരു ഒഫീഷ്യൽ നാഷണൽ സിംബൽ അല്ല. ലൈക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗോ നാഷണൽ ആന്തമോ നാഷണൽ എംബ്ലമോ പോലെ അല്ല. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിച്ചു, അതായത് ഇനി ഒഫീഷ്യൽ ഇവൻറ്റ്സിൽ ഇങ്ങനെ ഭാരത് മാതയുടെ പെയിൻറ്റിങ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതങ്ങനത്തെ വേറെ കുറച്ച് റിലീജിയസ് അല്ലെങ്കിൽ വേറൊരു ഐഡിയോളജി ഉള്ള പെയിൻറ്റിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് എനി ഒഫീഷ്യൽ ഇവൻറ്റ്സ് വേർ ദിസ് പെയിൻറ്റിങ് ഈസ് ഡിസ്പ്ലേഡ്. ഓക്കെ, ആൻഡ് അവർ പറഞ്ഞത് ദേ ഫീൽ ലൈക്ക് ഇറ്റ് മിക്സസ് റിലീജിയൻ, അല്ലെ, ഒരു മതം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഐഡിയോളജി മിക്സ് ആവുന്നുണ്ട് എന്നവർ എടുത്ത് പറഞ്ഞു. എസ്പെഷ്യലി ഒരു ഗവൺമെൻറ് ഫങ്ഷൻസിൽ അത് വരുന്നത് ശരിയല്ല, അല്ലേ. സോ അതാണ് ഇവിടുത്തെ ഇഷ്യൂ. സോ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ എവിടെയും ഇന്ത്യയിൽ ഡസ് നോട്ട് ഒഫീഷ്യലി റെക്കഗ്നൈസ് എനി ഇമേജ് ഓഫ് ഭാരത് മാത. ഓക്കെ, ഈ ഒരു ഭാരത് മാതയുടെ ഇമേജ് നമ്മൾ എവിടെയും ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ എനി ലോ ഇൻ ഇന്ത്യ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ നാഷണൽ സിംബൽ, അല്ലേ, നമ്മുടെ നാഷണൽ ഫ്ലാഗോ അല്ലെങ്കിൽ നാഷണൽ ആന്തം പോലെയൊന്നും അല്ല. ആൻഡ് ഇനി ഒഫീഷ്യൽ ഗവൺമെൻറ് ഇവൻറ്റ്സിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള സിമ്പിൾസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ലൈക്ക് നാഷണൽ ഫ്ലാഗ് ഓർ നാഷണൽ എംബ്ലം, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഷുഡ് ബി യൂസ്ഡ്. ഇങ്ങനത്തെ അൺഅപ്രൂവ്ഡ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് അത് അലൗഡ് അല്ല, അത് ശരിയല്ല, അല്ലേ. ഈ ഇമേജ് ഓഫ് ഭാരത് മാത എന്നുള്ളത് നമുക്കറിയാം, ഇറ്റ് ഇസ് ഓഫൻ ലിങ്ക്ഡ് വിത്ത് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ലൈക്ക് RSS ആൻഡ് BJP. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതും ഗവൺമെൻറ് ഇവൻറ്റ്സിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് പൊളിറ്റിക്കലി ബയസ്ഡ്, അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷപാതപരമായിട്ടുള്ളൊരു സമീപനമാണത്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യേണ്ടത് എപ്പോഴും ഒരു ന്യൂട്രലായിരിക്കണം, അല്ലേ. ഒരു സൈഡിനോടും നമുക്കൊരു എന്താ പറയുക, ഒരു കൂടുതലായിട്ടുള്ളൊരു ഇത് എവിടെയും കാണിക്കാൻ പറ്റില്ല. ന്യൂട്രൽ ആയിരിക്കേണ്ട സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കണം. സോ ഇത് വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ന്യൂട്രൽ നേച്ചർ ഓഫ് ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഭാരത് മാതയുടെ ഒരു ഐഡിയ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായാണ്. ഓക്കെ, പുള്ളിയാണ് ഈ ഒരു ഇമേജ് ഫസ്റ്റ് ഇമാജിൻ ചെയ്തത്. ആൻഡ് അത് ആദ്യം മദർ ബംഗാളായിരുന്നു, ബംഗാ മാതയായിരുന്നു. ഒരു ബംഗാളിൻ്റെ പ്രൈഡ്, അല്ലെങ്കിൽ ഒരു ബംഗാളി പ്രൈഡ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു അത് ആദ്യം. സോ ഇതിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ എമർജൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഭാരത് മാതയുടെ ഐഡിയ ആസ് എ ഡിവൈൻ മദർ ഫിഗർ which is emerged in the late 19th and early 20th century in Bengal. Okay, which is coinciding with the rise of nationalistic sentiments. അതേപോലെ ഈ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായുടെ നോവലായിട്ടുള്ള ആനന്ദ്മഠിലാണ് അത് വന്നത്. ഓക്കെ, 1882 ആൻഡ് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ. ഓക്കെ, നമ്മുടെ സന്യാസി റിബല്യൻ്റെ ടൈമിലുള്ളൊരു നോവലായിരുന്നു അത്, എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ ഈ ഒരു നോവലിൽ തന്നെയാണ് നമ്മുടെ വന്ദേമാതരം ഉള്ളത്. ഓക്കെ, സോ നമുക്കറിയാം വന്ദേമാതരം ഇറ്റ് പെർസോണിഫൈസ്, അല്ലേ, നമ്മുടെ മദർലാൻഡിനെ ഗോഡസുമായിട്ട് പെർസോണിഫൈ ചെയ്യുന്നുണ്ട് ആൻഡ് ബിക്കം എ വെരി പവർഫുൾ ആന്തം ഫോർ ദി ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഒരു വന്ദേമാതരം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാരത് മാതയുടെ ഇമേജ് ആണെന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒക്കെ കാലഘട്ടത്ത്
വൈഡ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്വദേശി മൂവ്മെൻറ്റിൽ മാത്രമല്ല, വേറെ ബ്രിട്ടീഷിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് 1905 ഈ അബനീന്ദ്രനാഥ് ടാഗോർ പുള്ളിയാണ് ഈ ഒരു ഇമേജ് ഫേമസ് ആക്കിയത് പുള്ളിയാണ്. ഓക്കെ, വിച്ച് വാസ് മെയ്ഡ് പോപ്പുലർ ബൈ സിസ്റ്റർ നിവേദിത. ആൻഡ് അവിടെയാണ് ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഷി വാസ് ഷോൺ ആസ് എ ഗോഡസ് ലൈക്ക് ഫിഗർ. ഓക്കെ, സോ ഭാരത് മാതാ കി ജയ് എന്നുള്ള സ്ലോഗൻ നമുക്കറിയാലോ. ആൻഡ് അത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ചാൻഡ്. ഇന്ത്യയുടെ ഒരു ഫ്രീഡം സ്ട്രഗിൾ ടൈമിൽ ഇറ്റ് ബിക്കം എ വെരി പവർഫുൾ ചാൻഡ്. ബട്ട് ദർ വാസ് നോ ഒഫീഷ്യൽ ഇമേജ്. ഓക്കെ, ഇത് നാഷണൽ ലീഡേഴ്സ് ഒന്നും ഇതിനൊരു ഒഫീഷ്യൽ ഇമേജ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ദർ വാസ് നോ ഒഫീഷ്യൽ ഇമേജ് ചൂസൺ ബൈ ദ നാഷണൽ ലീഡേഴ്സ്. ഈ നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചവർക്ക് അറിയാം. അതിൽ നെഹ്റു പറയുന്നുണ്ട് ഈ ഒരു ഭാരത് മാത എന്നുള്ളത് ഒരു ഗോഡസ് അല്ല, പക്ഷേ ഇന്ത്യയിലെ ആളുകളുടെ ഒരു സിമ്പൽ. ഓക്കെ, ബട്ട് എ സിമ്പൽ ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്കറിയാലോ, ഒരു നേഷൻ എന്ന് പറഞ്ഞാൽ അതിലെ ആളുകളാണ്. മീനിങ് ദി നേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ, അല്ലേ, നോട്ട് എ റിലീജിയസ് ഓർ എ ലിറ്ററൽ ഫിഗർ. പിന്നീട് ഈ ഗവർണർ എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓക്കെ, അതായത് നമ്മൾ ജനങ്ങൾ എലക്ട് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ് ഗവർണർ ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് ദേ മസ്റ്റ് ഫോളോ ദി അഡ്വൈസ് ഓഫ് ദി ഇലക്ടഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഹി ഹാഡ് ക്ലിയർലി സെഡ് ദാറ്റ് ഗവർണറിന് വേറൊരു ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ഒന്നും ഇല്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ്. ഓക്കെ, ആൻഡ് ദേ ആർ നോട്ട് മീൻ ടു ആക്ട് ഓൺ ദെയർ ഓൺ. പിന്നെ രാജ്ഭവനിൽ നമുക്കറിയാം, രാജ്ഭവൻ ഗവർണറുടെ ഹൗസാണ്. സോ അതൊരു പബ്ലിക് ഏരിയ ആണല്ലേ, ഇറ്റ് ഹാസ് എ ഒഫീഷ്യൽ പബ്ലിക് ഏരിയ. സോ ഇങ്ങനത്തെ സിമ്പിൾസ് ദാറ്റ് ആർ നോട്ട് ഒഫീഷ്യലി അപ്രൂവ്ഡ്, അത് അവിടെ വെക്കുന്നത് ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് പ്രോപ്പർ റൂൾസ് ആൻഡ് പ്രോട്ടോകോൾ. അല്ലെങ്കിൽ പിന്നെ ഗവർണർക്ക് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിമ്പിൾസ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഭാരത് മാതയുടെ സിമ്പിൾസ് ഒന്നും ദാറ്റ് ഈസ് ലിങ്ക് ടു സർട്ടൻ ഗ്രൂപ്പ്സ് അതവിടെ വെക്കാൻ സാധിക്കില്ല ഇൻ ഒഫീഷ്യൽ ഇവൻറ്റ്സ് ഓർ സ്പേസസ്, ബിക്കോസ് ദാറ്റ് വുഡ് ബി അൺഫെയർ ആൻഡ് പൊളിറ്റിക്കലി ബയസ്ഡ് എന്നുള്ളതാണ്. സോ ഇത് ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ വെരി ബിഗ്ഗർ പ്രോബ്ലം. ഓക്കെ, നമുക്കറിയാം BJP റൂള് ചെയ്യാത്ത സംസ്ഥാനങ്ങളിലെ ഗവർണറും അവിടുത്തെ എലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുമായിട്ട് ദേ ഓഫൺ ക്ലാഷ്, അല്ലേ, ഓവർ പവേഴ്സ് ആൻഡ് ഡിസിഷൻസ്. അതിപ്പോൾ ഒരു കോമൺ ആയി, ഇപ്പം നമ്മൾ തന്നെയാണല്ലോ കാണുന്നത്. ഒരാളെ നമ്മളിപ്പോൾ മാറ്റിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, പുള്ളി ഇപ്പോൾ ബീഹാറിലെ ഗവർണറാണ്. ഓക്കെ, പുള്ളിയാണ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വന്ന് ഇരുന്നിട്ട് അമിത്ഷാനെ വിളി, ഹോം മിനിസ്റ്ററിനെ വിളി, പുള്ളി അങ്ങനത്തെ ഒരു ഇതായിരുന്നല്ലോ. ഓക്കെ, പിന്നെ ഈ ഗവർണർ ഇങ്ങനത്തെ സിമ്പലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഒരു സർട്ടൈൻ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിമ്പൽസ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ക്യാൻ മേക്ക് ദർ ന്യൂട്രൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ റോൾ ലുക്ക് ബയാസ്ഡ്, അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ ഒരു പക്ഷപാതരഹിതമായിട്ടുള്ളൊരു സമീപനമാണല്ലോ അത്, വിച്ച് ഗോസ് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഓക്കെ, നമുക്കറിയാം സെൻട്രലും സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് പവേഴ്സാണ്. നമ്മുടെ ഗാന്ധിയും നെഹ്റുവും ഒക്കെ പറഞ്ഞതുപോലെ ദേ ബിലീവ്ഡ് ഇൻ എ സെക്യുലർ ആൻഡ് ഇൻക്ലൂസീവ് ഐഡിയ ഓഫ് ഇന്ത്യ. ഓക്കെ, വെർ ഓൾ റിലീജിയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ റെസ്പെക്റ്റഡ് ഈക്വലി. സോ ആ ഒരു വിഷന് എതിരായിട്ടാണല്ലേ ഇങ്ങനത്തെ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു ഗോഡസ് ലൈക്ക് ഇമേജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദാറ്റ് വിഷൻ. ഓക്കെ, ഇന്ത്യനെ ഒരു ഗോഡസ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഭാരത് മാത എന്നുള്ളൊരു ഐഡിയ ഇറ്റ് ഈസ് വെരി ഓൾഡ്, അല്ലേ. ഇപ്പോഴത്തെ മോഡേൺ ഇന്ത്യയിൽ നമ്മുടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇറ്റ് ഡസൻ റെപ്രസെൻറ്റ് എവരി വൺ ഈക്വലി, എസ്പെഷ്യലി പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഫെയ്ത്ത് ഓർ ബിലീഫ്സ്. So we'll move on to our next news, which is the axis of upheaval in the West Asia conflict. Okay, ongoing Israel-Iran ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വാറിനെ കുറിച്ചുള്ളതാണ്. പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. മെയിൻസിൽ എഫക്റ്റ് ഓഫ് GS പേപ്പർ 2 വരുന്നതാണ് കേട്ടോ. എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഓക്കെ, സോ നമുക്കറിയാം US ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിലൊക്കെ ബോംബിട്ടു ഇൻ ദി ഓൺഗോയിങ് ഇസ്രായേൽ-ഇറാൻ വാർ. സോ ഇപ്പോൾ സീസ്ഫയർ വന്നിട്ടുണ്ട്, അല്ലേ. ബോത്ത് സൈഡ്സ് ഹാവ് എഗ്രീഡ് ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ്. ഇറാൻ അവരുടെ ഒരുപാട് ടോപ്പ് ലീഡേഴ്സിന് നഷ്ടപ്പെട്ടു ആൻഡ് ദേ ഹാവ് സഫേർഡ് മോർ ഡാമേജ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ഈ സീനിലേ വന്നിട്ടില്ല കേട്ടോ. ഇറാൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണ് നമ്മുടെ റഷ്യയും ചൈനയും. ദേ ഡി നോട്ട് ഹെൽപ്പ് മച്ച്, അല്ലേ. ഇവർ ഈ സീനിലേ ഇല്ല.
അതിന് മുമ്പ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വി ബിലീവ് ദാറ്റ് ദ വേൾഡ് ഈസ് ഡിവൈഡിങ് ഇൻ ടു ടു ബിഗ് പവർ ഗ്രൂപ്പ്സ്. ഓക്കെ, ഒന്ന് വെസ്റ്റ് നമുക്കറിയാലോ, വെസ്റ്റ് യുഎസിൻ്റെ അലൈസും ആണ്. അതേപോലെ അപ്പുറത്ത് വാസസ് ദി ആക്സിസ്, ഇറാനും റഷ്യയും ചൈനയും. ഓക്കെ, ഇവർ ആക്സിസ് എന്നായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ ഇപ്പോൾ ഇറാൻ ഒറ്റപ്പെട്ടതുപോലെയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് അലോൺ ആൻഡ് വീക്കർ. സോ ഇത് കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ടു സൈഡ്സ് ഓഫ് ദ വേൾഡ്. സോ ഷോസ് ദാറ്റ് ദി ഐഡിയ മെ നോട്ട് ബി ട്രൂ എനിമോർ എന്നുള്ളതാണ്. സോ നമ്മുടെ റഷ്യയും ചൈനയും ഇറാനും ഇവർ തമ്മിലൊരു മിലിറ്ററി അലയൻസ് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മുടെ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ നാറ്റോ എന്നുള്ള പരിപാടി, അങ്ങനത്തെ മിലിറ്ററി എഗ്രിമെൻറ്റ്സ് ഒന്നും ഇവർ തമ്മിലില്ല. സോ ഇവരുടെ പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് അത് കൂടുതലും ഈ എക്കണോമിക്സിലും ഗ്ലോബൽ ഇൻഫ്ലുവൻസിലും ഒക്കെയാണ്. അതിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ഫൈറ്റിംഗ് വാർസ് ടുഗെദർ. അതേപോലെ തന്നെ ഇവർക്ക് ഈ യുഎസിൻ്റെയും അതേപോലെ വെസ്റ്റേൺ സിസ്റ്റത്തിൻ്റെയൊക്കെ ആ ഒരു പവർ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. റഷ്യ ആണെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം അതാണ്. ഓക്കെ, ലൈക്ക് ഡി ഡോളറൈസേഷനൊക്കെ ഇല്ലേ, കുറച്ച് ഡോളർ ഉപയോഗിക്കുക ട്രേഡിലൊക്കെ, യൂസ് വെരി ഫ്യൂ ഡോളേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു ഡി ഡോളറൈസേഷൻ എന്നുള്ളൊരു ഐഡിയ. അതേപോലെ ഈ ഒരു ഗ്ലോബൽ പേയ്മെൻറ്റ് സിസ്റ്റം, സ്വിഫ്റ്റിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഇവരുടെ സ്വിഫ്റ്റ് എന്നുള്ളത്. ഇതൊരു സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇതൊരു ഗ്ലോബൽ മെസ്സേജിങ് നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത് ഒരു പേയ്മെൻറ്റ് സിസ്റ്റം അല്ല. ഇത് ശരിക്ക് അതിനെ പറ്റിയിട്ട് പറയാം. ഇത് ശരിക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ബിറ്റ്വീൻ ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇതൊരു സെക്യൂറും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഇതൊരു പേയ്മെൻറ്റ് സിസ്റ്റം അല്ല എന്ന് പറഞ്ഞത് ഇവർ ആക്ച്വൽ ആ ഒരു ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും ഇവർ ഹാൻഡിൽ ചെയ്യുന്നില്ല. സ്വിഫ്റ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബാങ്ക്സ്. ഓക്കെ, വിച്ച് ദെൻ എക്സിക്യൂട്ട് ദി പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ്. ഓക്കെ, യുഎസിൻ്റെ ഒരു മെയിൻ സംഭവമാണത്. ഓക്കെ, സോ അതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു പരിപാടി. അതേപോലെ നമ്മുടെ ബ്രിക്സും ഷാങ്ഹായ് കോർപ്പറേഷൻ എഗ്രിമെൻ്റും ഒക്കെ ഉണ്ടല്ലോ. സോ അതിലൊക്കെ ആ സപ്പോർട്ടിങ് ഗ്രൂപ്പ്സ് ബ്രിക്സും SCOനെയൊക്കെ അവരെ കുറച്ചും കൂടി യൂസ് ചെയ്യുക ഈ ഒരു വെസ്റ്റേൺ ഡോമിനൻസിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഷാങ്ഹായ് കോർപ്പറേഷൻ എഗ്രിമെൻ്റ് എന്നാണല്ലോ പറഞ്ഞത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആട്ടോ, SCO ആണല്ലോ, SCO ആണല്ലോ. ഓക്കെ, സോ ഇറാന് റഷ്യയും ചൈനയൊക്കെ ആയിട്ട് ചെറിയ ഡീലുകളൊക്കെ ഉണ്ട്. 2025 2021 ഉണ്ടായിരുന്നു, ഡീൽസ് ഉണ്ടായിരുന്നു റഷ്യയും ചൈനയായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ അത് കൂടുതലും ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെയാണ്. ഓക്കെ, അല്ലാണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലുമാണ്, ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റിലുമാണ്, അല്ലാതെ ഒരു മിലിറ്ററി ഹെൽപ്പിൽ ഇല്ല എന്ന് വേണം പറയാൻ. സോ ഇവർക്കൊക്കെ ഉള്ളതൊരു കോമൺ ഗോളാണെന്നുണ്ടെങ്കിലും റഷ്യയ്ക്കും ചൈനയ്ക്കും ദേ ഡോണ്ട് വാണ്ട് ടു ഓർ ദേ കാൺട്ട് ഹെൽപ്പ് ഇറാൻ വിത്ത് മിലിറ്ററി ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ റഷ്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ വയ്യ, അവർക്ക് ഫൈറ്റ് ചെയ്ത് മടുത്തു തുടങ്ങി. യുക്രൈനൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവർ ആകെ ടയേർഡാണ്, വളരെ ബിസിയാണ് അവർ. ഓക്കെ, പിന്നെ നോർത്ത് കൊറിയയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ എടുത്തിട്ടൊക്കെയാണ് ദേ ആർ ഈവൺ ഗെറ്റിംഗ് ഹെൽപ്പ് ഫ്രം നോർത്ത് കൊറിയ. സോ അങ്ങനെയുള്ളൊരു സമയത്ത് മിഡിൽ ഈസ്റ്റിലേക്ക്, വെസ്റ്റ് ഏഷ്യയിലേക്ക് ആൾക്കാരെ അയക്കുക എന്നുള്ളത് അത് ഇപ്പോൾ നിലവിലെ റഷ്യയിലുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് പറ്റില്ല. ഓക്കെ, ദേ കാൺ സെൻഡ് ട്രൂപ്സ് ഓർ സപ്പോർട്ട് ഇറാൻ. അതേപോലെ തന്നെ ഈ സിറിയയിലുള്ള അസാദ് റെജിമിൻ്റെ ഫോളോട് കൂടിയിട്ട് നമ്മുടെ റഷ്യയ്ക്ക് അവിടെയുള്ള ബേസ് നഷ്ടമായിട്ടുണ്ട്. സോ വെസ്റ്റ് ഏഷ്യയിൽ, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ റഷ്യയ്ക്ക് ഒരു സ്ട്രോങ് മിലിറ്ററി പ്രസൻസ് ഇല്ല ഇപ്പോൾ നിലവിൽ. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഹാസ് എ സ്ട്രോങ് മിലിറ്ററി പ്രസൻസ് ഇൻ വെസ്റ്റ് ഏഷ്യ. ചൈന പറഞ്ഞു, ചൈന ഈസ് വെരി അൺഹാപ്പി അബൌട്ട് ഇസ്രായേൽ അറ്റാക്കിങ് ഇറാൻ എന്നുള്ള കാര്യം പറഞ്ഞു. ചൈന ഇപ്പോൾ ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ടോക്കിംഗ് ഡിപ്ലോമാറ്റിക്കലി ആൻഡ് നോട്ട് ടേക്കിംഗ് എനി റിയൽ ആക്ഷൻ ഓർ ഗിവിങ് മിലിറ്ററി ഹെൽപ്പ്. റഷ്യയ്ക്കാണെന്നുണ്ടെങ്കിലും ചൈനയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലെ US ഇൻവോൾവ് ആയതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ US ഇപ്പോൾ ബിസിയാണ്, മിഡിൽ ഈസ്റ്റിൽ ബിസിയാണ്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ എങ്ങനെ പരിധിക്കാക്കാന്നുള്ളതാണ് US ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര തിരക്കിലാണ് അവർ. ഓക്കെ, അപ്പോൾ ഈ ഇപ്പുറത്തുള്ള വേറെ കുറച്ച് ഇഷ്യൂസിലൊക്കെ ദേ വിൽ പേ ലെസ് അറ്റൻഷൻ. നമ്മുടെ റഷ്യ യുക്രൈൻ വാർ എടുക്കാം, ഇനി അതിലോട്ടൊന്നും മിക്കവാറും ട്രംപ് ഒന്നും ഇനി അതിനെ പറ്റിയിട്ടൊന്നും പറയാനും ചാൻസ് ഇല്ല. ഓക്കെ, അവരിപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആണ്. അതേപോലെ നമ്മുടെ ചൈനയുടെ ഇൻഡോ പെസിഫിക്കിലുള്ള ചില പരിപാടികളുണ്ടല്ലോ, സൗത്ത് ചൈന സീൻ്റെ അവിടെയൊക്കെയാണ് മെയിനായിട്ട് ചൈനയുടെ പരിപാടികൾ അവർ നടത്തുക, ലൈക്ക് അറൗണ്ട് തായ്വാൻ
ആൻഡ് സൗത്ത് ചൈന സീ. സോ ഇൻഡോ പസഫിക്കിലുള്ള ചൈനയുടെ ആക്ഷനിലും ഇനി US ഇടപെടാൻ പോകുന്നില്ല. ഓക്കെ, ഇടപെടുമായിരിക്കും, പക്ഷെ എന്നാലും ദേ വിൽ പേ ലെസ് അറ്റൻഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ വിതൗട്ട് ഹെൽപ്പിംഗ് ഇറാൻ ദേ സ്റ്റിൽ ഗെയിൻ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്. സോ നമ്മുടെ ഇറാൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലയൻസ്, അതായത് ആ ഒരു റീജിയനിലുള്ള അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ നമുക്ക് ഹെസ്ബോളിനെ ആണെങ്കിലും ഹമാസ് ആണെന്നുണ്ടെങ്കിലും ഹൂതീസ് ആണെന്നുണ്ടെങ്കിലും ഇവർ വിളിക്കുന്നത് ആക്ടേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. ഇവർ ആക്റ്റീവ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ദേ ആർ നോട്ട് ആക്റ്റീവ് നൗ ആൻഡ് ദേ ആർ വീക്കെൻഡ്. സോ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് മേലെ കുറച്ചും കൂടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ടു പ്രൊട്ടക്ട് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ദ റീജിയൻ. റഷ്യ ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഇൻട്രസ്റ്റുകളിലാണ്. ഓക്കെ, ദേ ഫോക്കസ് ഓൺ ദെയർ ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് റിയലി ഹെൽപ്പിംഗ് ഇറാൻ. എന്നിരുന്നാൽ കൂടി അവർക്കൊരു ആൻറ്റി വെസ്റ്റ് വ്യൂ ആണല്ലോ അവർക്ക് ഉള്ളത്. ഓക്കെ, പക്ഷെ എങ്കിൽ കൂടി അവർ കുറച്ചും കൂടി അവരുടെ ഇൻട്രസ്റ്റ് ആണ് അവർ നോക്കുന്നത്, അവർ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആണ്. ഇറ്റ് ഈസ് എ വെരി ബിഗ് സെറ്റ് ബാക്ക് ഫോർ ഇറാൻ. ആൻഡ് ഇത് കാണിക്കുന്നത് റിയൽ ക്രൈസിസിൽ ഈ ഒരു മിലിറ്ററി പ്രോമിസസ്, സ്ട്രോങ് മിലിറ്ററി പ്രോമിസസ് ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു ലൂസ് അലയൻസ്, അതായത് ചൈനയും റഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനത്തെ ലൂസ് അലയൻസസ് വിതൗട്ട് സ്ട്രോങ് മിലിറ്ററി പ്രോമിസസ് ദേ ഫോൾ എപ്പാർട്ട് എന്നുള്ളതാണ്. റിയൽ ക്രൈസിസിൽ ദേ വിൽ ഫോൾ എപ്പാർട്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഷുഡ് ദ മെത്തേഡ് ഓഫ് കൗണ്ടിങ് കാസ്റ്റ് ചേഞ്ച് എക്സ്പ്ലെയിൻഡ്. സോ ഇത് പ്രിലിംസിൽ GS പേപ്പർ 1 വരുന്നതാണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്, ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, ഗവൺമെൻറ് അപ്ലിക്കേഷൻ മോഡൽ, സക്സസ്, ലിമിറ്റേഷൻസോ ബ്ല അതിലുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം 2027 ഇന്ത്യ വിൽ കണ്ടക്ട് അവർ നെക്സ്റ്റ് സെൻസസ് ഇൻ 2027. നമ്മുടെ നെക്സ്റ്റ് സെൻസസ് 2027 എന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഡെക്കേഡ്സ് ഇത് കാസ്റ്റ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നോർമലി ഈ ഒരു സെൻസസ് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ, കളക്ട് ഇൻഫർമേഷൻസ് ലൈക്ക് പോപ്പുലേഷൻ, ലിറ്ററസി, ഹൗസിംഗ്, ജോബ്സ്, പക്ഷേ കാസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് ടൈം ഈ ഒരു കാസ്റ്റ് എടുത്തത്, ദി ലാസ്റ്റ് ടൈം കാസ്റ്റ് വാസ് ഒഫീഷ്യലി കൗണ്ടഡ് വാസ് ഇൻ 1931. സോ ഇത് വളരെ വലിയൊരു ചേഞ്ചാണ്. ഈ ഒരു ഡിസിഷൻ വളരെ വലിയൊരു ബിഗ് ചേഞ്ചാണ്. ഇറ്റ് മീൻസ് ദി ഗവൺമെൻറ് വാണ്ട്സ് ടു നോ മോർ അബൌട്ട് ദ ഡിഫറെൻറ്റ് കാസ്റ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് കാസ്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചിരിക്കുന്നത്. പോസിബിളി ടു മേക്ക് ബെറ്റർ പോളിസീസ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ്. ഓക്കെ, ബെറ്റർ പോളിസീസും വെൽഫെയർ പ്രോഗ്രാംസും കൊണ്ടുവരാനായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ നമ്മുടെ 2027 വരാൻ പോകുന്ന സെൻസസ് അത് 2 ഫേസായിട്ട് നടത്തുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫേസ് 1 ഹൗസ് ലിസ്റ്റിംഗ് ആണ്. ഏകദേശം ഏപ്രിലിൽ തുടങ്ങി സെപ്റ്റംബർ 2026 വരെയാണ് ഈ ഒരു ഫേസ് കണക്കാക്കിയിരിക്കുന്നത്. സോ ഗവൺമെൻറ്റിൻ്റെ വർക്കേഴ്സ് വീട് വീടാന്തരം വരും. ദേ വിൽ ഗോ ഡോർ ടു ഡോർ. അവർ എല്ലാ ഹൗസും ലിസ്റ്റ് ചെയ്യും, അതായത് അവിടെ ആൾക്കാർ ജീവിക്കുന്നില്ല, വെദർ സമൺ ലീവ്സ് ഇൻ ദം ഓർ നോട്ട്. ആൻഡ് അവർ എല്ലാ വീടുകളെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ്, അതായത് എന്ത് ടൈപ്പ് ഓഫ് ഹൗസാണ്, അവിടെ വെള്ളമുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ടോയ്ലറ്റ് ഉണ്ടോ, കിച്ചൺ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. സോ ഈ ഒരു ഫേസ് ആ ഒരു കണ്ടീഷൻ ഓഫ് ഹോംസ് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദി കണ്ടീഷൻസ് ഓഫ് ഹോംസ്. ഓക്കെ, ആൾക്കാരെ പറ്റിയിട്ടുള്ളതല്ല, നോട്ട് ദി പീപ്പിൾ. ഫേസ് 2 ആണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ. 2027 ഉണ്ടാവുക. സോ ഈ ഒരു ഫേസിൽ എല്ലാ ആൾക്കാരുടെയും ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതായിരിക്കും, ലിവിങ് ഇൻ ഈച്ച് ഹൗസ്. സോ ഇവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അവരുടെ ഏജ്, അതേപോലെ ജെൻഡർ, എഡ്യൂക്കേഷൻ, ജോബ്, ലാംഗ്വേജ്, റിലീജിയൻ. സോ 2027 1931 ശേഷം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം സിൻസ് 1931 കാസ്റ്റ് വിൽ ഓൾസോ ബി റെക്കോർഡഡ്. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും ടു പ്ലാൻ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ജോബ്സ് ആൻഡ് മറ്റ് വെൽഫെയർ പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഇത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ് ഷോസ് ഹൗ ഇന്ത്യ ഇസ് ചേഞ്ചിങ്, അല്ലേ, സോഷ്യലി എക്കണോമിക്കലി എങ്ങനെയാണ് ഇന്ത്യ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ 2027 സെൻസസിൽ എന്തുകൊണ്ടാണ് കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാസ്റ്റ് ഡാറ്റയാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. ലാസ്റ്റായിട്ട് പ്രോപ്പർ കാസ്റ്റ് ഡാറ്റ എടുത്തത് 1931
പിന്നീട് 1941 കാസ്റ്റ് കൗണ്ട് ചെയ്തു, പക്ഷെ അത് ആ ഒരു ഡാറ്റ നേരെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. 1941 1941 എന്താണ് 39 തൊട്ട് 45 വരെ വേൾഡ് വാർ 2 ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. സോ ലാസ്റ്റായിട്ട് പ്രോപ്പർ കാസ്റ്റ് ഡാറ്റ എന്നുള്ളത് 1931 ഓക്കെ, ആ ഒരു ടൈമിലുള്ള ഒരു ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ. കറൻ്റ്ലി ദ ലാസ്റ്റ് പ്രോപ്പർ കാസ്റ്റ് ഡാറ്റ ഈസ് ഫ്രം 1931. 1941 കാസ്റ്റ് വാസ് കൗണ്ടഡ്, പക്ഷെ ആ ഒരു ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് വേൾഡ് വാർ 2. സോ ഇപ്പോഴത്തെ പോളിസീസൊക്കെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ ബേസ്ഡ് ഓൺ വെരി ഓൾഡ് നമ്പേഴ്സ്. ഫെയറും എഫക്റ്റീവുമായിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഫ്രഷും അക്യുറേറ്റും ആയിട്ടുള്ള കാസ്റ്റ് ഡാറ്റ വളരെ ആവശ്യമാണ്. രണ്ടാമത്തത് ഇൻക്ലൂഷൻ ആൻഡ് വെൽഫെയർ ആണ്. സോ ദ എയിം ഈസ് ടു ഐഡൻറ്റിഫൈ വിച്ച് കമ്മ്യൂണിറ്റീസ് ആർ സ്റ്റിൽ പുവർ ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദി പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ഡാറ്റ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ബ്രിങ് നെഗ്ലക്റ്റഡ് ഓർ വീക്കർ ഗ്രൂപ്പ്സ് ഇൻ ടു മെയിൻ സ്ട്രീം എന്നാണ് PM പറഞ്ഞത്. ആൻഡ് റിസർവേഷനെയും ബാക്കി വെൽഫെയർ സ്കീംസും എഡ്യൂക്കേഷനും ജോബ്സൊക്കെ സപ്പോർട്ടൊക്കെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ ഇങ്ങനെ പൂറായിട്ടുള്ള ആൾക്കാരെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് പ്ലാൻ. ബട്ട് ദർ ആർ ചാലഞ്ചസ്. ചില എക്സ്പേർട്സ് പറയുന്നത് ഈ സെൻസസ് ക്വസ്റ്റ്യൻസും പിന്നെ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡും അത് നേരെ അല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ടു ക്യാപ്ചർ ഡീറ്റെയിൽ കാസ്റ്റ് ഡീറ്റെയിൽ. സോ വെറുതെ കാസ്റ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം പോരാ, അൺലെസ് ദ പ്രോസസ് ഈസ് ഇംപ്രൂവ്ഡ്. So caste it is being recorded again to get updated facts about society. അതേപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ PM പറഞ്ഞതുപോലെ, ആൻഡ് മേക്ക് ബെറ്റർ പോളിസീസ് എന്നതാണ്. പക്ഷേ ഇത് നേരെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തേ മതിയാവും. സോ നമ്മുടെ ഈ ഒരു കാസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ക്വസ്റ്റ്യനെയറിൽ, സെൻസസ് ക്വസ്റ്റ്യനെയറിൽ വരുന്ന പ്രോബ്ലംസാണ്. അതായത് 2021 ആ ഒരു സെൻസസിൻ്റെ ഡ്രാഫ്റ്റിലുള്ളത് ഷെഡ്യൂൾ കാസ്റ്റിനെ പറ്റിയിട്ട് മാത്രമേ അതിൽ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഒരു കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഈസ് ടു നാരോ. ഓക്കെ, അതിലെ OBCസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജനറൽ കാസ്റ്റിനെ പറ്റിയിട്ടോ അതിനെ പറ്റിയിട്ട് ഇവരൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇറ്റ് ഡിഡൻറ്റ് ഇൻക്ലൂഡ് OBC ഓർ ജനറൽ കാസ്റ്റ്. ദേ ഓൺലി ആസ്ക്ഡ് അബൌട്ട് ഷെഡ്യൂൾ കാസ്റ്റ്. ഓക്കെ, 2027 ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിക്കുന്നതെങ്കിൽ കാസ്റ്റ് ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, സോ ദ ഫോം ആൻഡ് സോഫ്റ്റ്വെയർ നീഡ് ടു ബി റീഡിസൈൻഡ് ഓക്കെ ടു റെക്കോർഡ് ഓൾ കാസ്റ്റ് കാറ്റഗറീസ് പ്രോപ്പർലി. പിന്നെ ഉള്ളൊരു പ്രശ്നം വീക്കായിട്ടുള്ള സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സാണ്. അതായത് ഈ ഒരു സെൻസസ് കളക്ട് ചെയ്യുന്നത് ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോബ് സ്റ്റാറ്റസ്, ലാംഗ്വേജ്, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനാണ് മെയിൻലി കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സെൻസസ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഡസൻ ഫുള്ളി എക്സ്പ്ലെയിൻ ഹൗ ഡിഫറെൻറ്റ് കാസ്റ്റ് ലീവ് ഓർ സ്ട്രഗിൾ. ഓക്കെ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്താണ് സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി എന്നുള്ളതാണ് ഈ ഒരു ലിമിറ്റഡ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ അൺറിലയബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ജോബ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതായത് നിങ്ങൾ ജോബ് നോക്കുകയാണോ അല്ലെങ്കിൽ ആർ യു ലുക്കിംഗ് ഫോർ വർക്ക് എന്നൊക്കെ ചോദിക്കുന്നത്, ഇത് ഭയങ്കര അൺക്ലിയർ ആണ്. ഓക്കെ, അതായത് ഒരാൾ എത്രത്തോളം കാലമായിട്ടാണ് തൊഴിൽ രഹിതനായിട്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇത് തരില്ല അല്ലേ. ആർ യു ലുക്കിംഗ് ഫോർ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺക്ലിയർ ആണ്. ഇറ്റ് ഡസൻ സേ ഹൗ ലോങ് സമൺ ഹാസ് ബീൻ ജോബ്ലെസ് ഓർ അവർ ആ ഒരു ജോബ് സെർച്ചിങ് നിർത്തിയോ, ഇഫ് ദേ ഗീവ് അപ്പ് സെർച്ചിങ് എന്നതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ഡാറ്റ എന്നുള്ളത് കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ അത് ഇൻഅക്യുറേറ്റ് ആണെന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ. ഓക്കെ, പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുവർ ചൈൽഡ് ബർത്ത് ഡാറ്റയാണ്. അതായത് നമ്മുടെ സെൻസസിൽ ചൈൽഡ് ബർത്തും അതേപോലെ സർവൈവൽ സ്റ്റാറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡാറ്റ ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് റോങ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓഫൺ റോങ്. ഓക്കെ, ഇങ്ങനത്തെ ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ചും കൂടി ബെസ്റ്റ് ആൾക്കാർ എന്നുള്ളത് നമ്മുടെ NFHS ആണ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അവരായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഈ ഒരു ചൈൽഡ് ബർത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ. ഓക്കെ, സോ അവർ കണ്ടക്ട് ചെയ്യുന്നത് ഒരു മൾട്ടി റൗണ്ട് സർവേ ആയിരിക്കും. ഓക്കെ, ദാറ്റ് പ്രൊവൈഡ്സ് ഡാറ്റ ഓൺ പോപ്പുലേഷൻ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ആൻഡ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. സോ ഈ ഒരു സെൻസസിൽ ഇങ്ങനെ ചൈൽഡ് ബർത്ത് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ എന്ന് വേണം മനസ്സിലാക്കാൻ.
പിന്നെ അണ്ടർ റിപ്പോർട്ടഡ് മൈഗ്രേഷനാണ്. അതായത് ഒരുപാട് ആൾക്കാർ, അതായത് ദേ മൂവ് ആൻഡ് മൈഗ്രൻസ് ദേ ഡോണ്ട് ഗെറ്റ് റെക്കോർഡഡ് പ്രോപ്പർലി അല്ലേ. സോ ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാക്കും. അതായത് ഏത് കാസ്റ്റാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ മൂവ് ചെയ്തതിന് ശേഷം അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയോ കിട്ടിയില്ലേ. Okay, this make it hard to understand which caste are moving and whether they are getting better opportunities or not. സോ അണ്ടർ റിപ്പോർട്ടഡ് മൈഗ്രേഷൻ ഒരു പ്രശ്നമാണ്. അതേപോലെ പുവർ ചൈൽഡ് ബർത്ത് ഡാറ്റ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ ഓക്കെ അൺറിലയബിൾ ആണ്. ആർ യു ലുക്കിംഗ് ഫോർ വർക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺക്ലിയർ ആണല്ലേ. പിന്നെ ഈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര വീക്കാണ്. ആൻഡ് കാസ്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ നാരോ ആണ്. സോ നമ്മൾ പറഞ്ഞു 2021 ആ സെൻസസ് ഡ്രാഫ്റ്റിൽ ഷെഡ്യൂൾ കാസ്റ്റിനെ പറ്റിയിട്ട് മാത്രമേ അത് ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് ഒ ബി സി ജനറൽ കാസ്റ്റിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഇറ്റ് ഡിഡ്ന്റ് ഇൻക്ലൂഡ് ഒ ബി സി ആർ ജനറൽ കാസ്റ്റ്. സോ ഇതൊക്കെ പ്രശ്നമാണല്ലേ. സോ ഈ ഒരു കറണ്ട് സെൻസസ് ക്വസ്റ്റ്യൻസും ഫോർമാറ്റും ദേ ആർ നോട്ട് ഇനഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഒരു റിയൽ കാസ്റ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇന്നിക്വാലിറ്റിയെ പറ്റിയിട്ടും മൈഗ്രേഷനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള റിയൽ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനും ഫോർമാറ്റും വെച്ചിട്ട് സാധിക്കില്ല. So to make caste counting useful, the entire approach needs major updates and better tools. സോ ഇങ്ങനെ ഈ ഒരു സെൻസസ് ക്വസ്റ്റിനെയർ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം ഫോർ ബെറ്റർ കാസ്റ്റ് ആൻഡ് സോഷ്യോ എക്കണോമിക് ഡാറ്റ. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഹൗസിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ഹൗസിംഗ് ക്വസ്റ്റ്യൻസിനെ സെക്കൻഡ് ഫേസിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. റൈറ്റ് നൗ ഈ ഒരു ഹൗസിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വാട്ടർ, ടോയ്ലറ്റ്, അസറ്റ്സ് ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളത് ഫേസ് 1-ലാണ്. സോ ഇൻസ്റ്റഡ് ഇതിനെ നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് മാറ്റണം. ഓക്കെ, ആ ഒരു പോപ്പുലേഷൻ എന്യൂമറേഷനിലോട്ട് മാറ്റണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിയിട്ടുള്ള ഡാറ്റയും അതേപോലെ അവരുടെ ലിവിങ് കണ്ടീഷൻസിനെ പറ്റിയിട്ടുള്ള ഡാറ്റയും നമുക്ക് ഒരുമിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ടുഗെദർ. സോ അത് കുറച്ചും കൂടി ഈസിയർ ആക്കും അല്ലേ, ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ലീവ്സ് ഇൻ പുവർ കണ്ടീഷൻസ് എന്നുള്ള കാര്യം നമുക്ക് നേരെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ 2 ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഫേസ് 1ഉം ഫേസ് 2ഉം. ഇതിനിടയിൽ ഏകദേശം ഒരു 9 മാസത്തോളം ഗ്യാപ്പ് ഉണ്ട്. ഒരു 6 മാസം തൊട്ട് ഒരു 9 മാസം വരെയുള്ള ഗ്യാപ്പ് ഇതിനിടയിലുണ്ട്. സോ ഈ ഒരു സമയത്തിനിടയിൽ ആൾക്കാർ ചിലപ്പോൾ മൂവ് ചെയ്യാം അല്ലേ. ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ അവരുടെ ഹൗസ് നമ്പർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ്സ് മിസ്മാച്ച് ആവും. സോ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയും ഒരു ഫേസിൽ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഫോർ സ്മോൾ ഓർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എന്യൂമറേറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ സർവേ വർക്കേഴ്സ്, അവരുടെ ആ ഒരു ഫോക്കസ് കൂട്ടുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഫേസിൽ ബിൽഡിങ്സും റെസിഡൻസിനെയും മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് മാത്രം ലിസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും വേണ്ട, നത്തിങ് മോർ. ആൻഡ് സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സർവേ വർക്കേഴ്സിന് അവരുടെ ജോബ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനെ ഈ അർബൺ ഏരിയാസിലേക്കൊക്കെ വരുമ്പോഴേ, ഈ ക്രൗഡഡ് ആയിട്ടുള്ള അർബൺ ഏരിയാസിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ ആൾക്കാർ മെയിനായിട്ട് മിസ്സാവുക. ഓക്കെ, സോ ഇത് അവരുടെ ആ ഒരു ജോബ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ഹൗസ് ഹോൾഡ് ഡാറ്റ പേഴ്സണൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് അവരുടെ ഏജ്, കാസ്റ്റ്, ജോബ്, എഡ്യൂക്കേഷൻ, സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ആൻസർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദളിത്സിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദളിത്സ് ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളിൽ ജീവിക്കുന്നുണ്ട്, ഹൗ മെനി ദളിത്സ് ലീവ് ഇൻ ഹൗസസ് വിതൗട്ട് ടോയ്ലറ്റ്സ്. ഓക്കെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ എത്രത്തോളം പാവപ്പെട്ട ആൾക്കാർ സിറ്റീസിലെ വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കുന്നുണ്ട്, ഹൗ മെനി പുവർ പീപ്പിൾ ഇൻ സിറ്റീസ് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ഇലക്ട്രിസിറ്റി. സോ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാസ്റ്റും ക്ലാസ്സും വെച്ചിട്ടുള്ള ആ ഒരു ഇന്നിക്വാളിറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഈ ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, ബെറ്റർ ഐഡൻറ്റിഫൈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് ഒരു സ്മാർട്ടർ ക്വസ്റ്റിനെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പിന്നിലാക്കപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ട് ലൈക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു സ്പോട്ട് ഹൂ സ്റ്റിൽ ലെഫ്റ്റ് ബിഹൈൻഡ്. ഈ ഒരു കാസ്റ്റും ഹൗസിങ്ങും ജോബ്സൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ പിന്നിലാക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്മാർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർ വേണം, എന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് ടാർഗറ്റഡ് ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ചാലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് വി മസ്റ്റ് സ്റ്റിൽ മൂവ് ഫോർവേഡ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളൊരു ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും ആൾക്കാരുടെ ഡാറ്റ എടുക്കുക എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എറേഴ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, കളക്ടിങ് ദിസ് ഡാറ്റ മേ ലീഡ് ടു സം എറേഴ്സ്.
പക്ഷേ ഈ ഒരു എറേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു സെൻസസ് വഴി മാത്രമേ അതേ നമ്മുടെ കയ്യിൽ ആ ഒരു ബെസ്റ്റ് ടൂളായിട്ടുള്ളൂ. ഈ ഒരു റീസ്ട്രക്ചേർഡ് സെൻസസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് ടൂൾ വി ഹാവ് ടു ഗെറ്റ് ബിഗ് നേഷൻ വൈഡ് ഡാറ്റ ഓൺ കാസ്റ്റ് ആൻഡ് ഇൻഇക്വാലിറ്റി. സോ നമ്മൾ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഒരു സെൻസസിൻ്റെ ഫോമാണ്. സോ ആ ഒരു ഫോംസ് നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതാണ്. ആൾക്കാരുടെ ഡീറ്റെയിൽസും അവരുടെ ലിവിങ് കണ്ടീഷൻസും നമ്മൾ കമ്പൈൻ ചെയ്യണം, ഒരു സ്ഥലത്ത് കമ്പൈൻ ചെയ്യണം ഇൻ വൺ പ്ലേസ്. എറേഴ്സ് നമ്മൾ മാക്സിമം തെറ്റുകളെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. വി ഷുഡ് റിഡ്യൂസ് ദി എറേഴ്സ്. ആൻഡ് ഈ ഒരു കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻഇക്വാലിറ്റിയെ പറ്റിയിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടണം അല്ലേ. ആ ഒരു റീസ്ട്രക്ചർ ചെയ്യുന്നതിലൂടെ നമുക്ക് വി മസ്റ്റ് ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി. എന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് ദേ ക്യാൻ പ്ലാൻ ഫെയറർ പോളിസീസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളിന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം. നാളെ ഇപ്പോൾ വേറെ കുറച്ച് ന്യൂസസുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.